ജില്ലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ ഇരിക്കൂർ മാമാനം മഹാദേവി ക്ഷേത്രത്തെയും നിലാമുറ്റം മഖാമിനെയും ബന്ധിപ്പിച്ചൊരുക്കിയ തീർത്ഥാടന പാതയുടെ അരികിൽ സ്ഥാപിച്ച ചെടികളും പൂച്ചട്ടികളും നശിക്കുന്നു. MLA ഫണ്ടിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് തീർത്ഥാടന പാത ഒരുക്കിയത്. ആരും പരിപാലിക്കാത്തത് കാരണമാണ് ചെടികൾ പൂർണ്ണമായും നശിച്ചത്. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയോരത്ത് ഇരിക്കൂർ പാലം സൈറ്റ് മുതൽ നിലാമുറ്റം പാലം വരെ 400 മീറ്റർ നീളത്തിൽ നിർമ്മിച്ച പാതയിൽ ടൈൽസ് പാകി കൈവരിയും ഇരിപ്പിടങ്ങളും ഒരുക്കിയിരുന്നു. സജീവ് ജോസഫ് MLAയുടെ 2022-23 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 75 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കൈവരിയിൽ ഇരിക്കൂറിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ പിന്തുണയോടെ പൂച്ചട്ടികളും സ്ഥാപിച്ചിരുന്നു. എന്നാൽ ആരും പരിപാലിക്കാത്തത് കാരണം ചെടികളും പൂച്ചട്ടികളും ഉപയോഗശൂന്യമായിരിക്കുകയാണ്. ഇരിക്കൂർ നിലാമുറ്റം പാത നവീകരിച്ച് സൗന്ദര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ടൈൽസൊക്കെ പാകി മനോഹരമാക്കുകയും പാതയിൽ ഉടനീളം പൂച്ചട്ടികൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉദ്ഘാടനത്തിന് ശേഷം അധികൃതരാരും നാട്ടുകാരോ ഇത് ശ്രദ്ധിച്ചതുമില്ല, പരിപാലിച്ചുമില്ല. അതുകൊണ്ട് പൂച്ചെടികളൊക്കെ നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ്. വൻതുക ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പദ്ധതി ശരിക്കും ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. ഇത് സ്പോൺസർമാരാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. സ്പോൺസർമാരും ഇപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുന്നതേയില്ല. അതുകൊണ്ട് അടിയന്തരമായി ഈ ചെടികൾ പരിപാലിച്ച് സൗന്ദര്യവൽക്കരണം നിലനിർത്തണമെന്നാണ് പറയാനുള്ളത്. ദിനംപ്രതി 100 കണക്കിന് പേരാണ് മാമാനം ക്ഷേത്രത്തിലേക്കും നിലാമുറ്റം മഖാമിലേക്കും ഇതുവഴി കടന്നുപോകുന്നത്. വർഷങ്ങളായി മഴക്കാലത്ത് റോഡരികിൽ ചെളി നിറഞ്ഞ ഇതുവഴിയുള്ള കാൽനടയാത്ര ദുരിതമായിരുന്നു. ഇതേ തുടർന്നാണ് ഇരു തീർത്ഥാടന കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ച് സജീവ് ജോസഫ് MLA പദ്ധതി ആസൂത്രണം ചെയ്തത്. ചെടിച്ചട്ടികൾ പുനഃസ്ഥാപിച്ച് ഇത് പരിപാലിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.